നിങ്ങൾക്ക് ചില മോക്ക് പേപ്പേഴ്സ് കാണുമ്പോൾ ഒരു പാനിക്ക് തോന്നാറുണ്ടോ? ആക്ച്വൽ ക്ലാറ്റ് എക്സാമിൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള ടെൻഷൻ ഉണ്ടോ? ടുഡേ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ടു ഡു ഇഫ് യു ആർ ലോസ്റ്റ് ഇൻ ബിറ്റ്വീൻ ആൻ എക്സാം. ക്ലാറ്റ് കൺസോർഷ്യം എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സർപ്രൈസുമായിട്ട് വരും. സോ അങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ ഈ വർഷവും എക്സ്പെക്ട് ചെയ്യണം. കഴിഞ്ഞ വർഷം എക്സാമിന് അനാലിറ്റിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആരും എക്സ്പെക്ട് ചെയ്തില്ല. 2024 ക്ലാറ്റിന് GK പാസേജിൽ തന്നെ കാണുമെന്നും ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ആ സമയത്ത് GK പാസേജിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അറ്റംപ്റ്റ് ചെയ്തവർ സ്കോർ ചെയ്തു. സോ ഇൻ കേസ് നിങ്ങൾ പാനിക് ആയാൽ റിയലൈസ് ദാറ്റ് ഇത് എല്ലാവർക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സ്ലോലി ഗെറ്റ് ബാക്ക് ടു ദ പേപ്പർ. അതുപോലെ തന്നെ ദ വെരി ഫസ്റ്റ് പാസേജ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് കരുതി എൻറ്റയർ പേപ്പർ ഡിഫിക്കൽട്ട് ആവണമെന്നില്ല. നിങ്ങൾക്ക് ആദ്യത്തെ പാസേജ് ഒട്ടും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി എല്ലാ പാസേജസും ഡിഫിക്കൽട്ട് ആണെങ്കിലോ റിയലൈസ് ദാറ്റ് എക്സാം ഡിഫിക്കൽട്ടി ഇസ് ഹൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ്സ് കുറവായിരിക്കും. കട്ട് ഓഫ് കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അറ്റംപ്റ്റ്സും പ്ലാൻ ചെയ്താൽ മതി. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആണെങ്കിലോ അപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ളത് കട്ട് ഓഫ്സ് എന്തായാലും കൂടുതലായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ അറ്റംപ്റ്റ്സും കൂട്ടുക. സോ ഓരോ ടെസ്റ്റ് എടുക്കുമ്പോഴും ഇങ്ങനെ പേപ്പേഴ്സിനെ കൂടെ അനലൈസ് ചെയ്യുക. പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും ക്വസ്റ്റ്യൻ പാറ്റേൺസും കൂടെ അനലൈസ് ചെയ്ത് പോവുക. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുന്ന ഈ ഒരു പാനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ സ്റ്റാർട്ട് ഗെറ്റിംഗ് റെഡി ഫ്രം നൗ ഇറ്റ്സെൽഫ്. ബെസ്റ്റ് വിഷസ്.